ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെളിഞ്ഞ പ്രഭാതം മനോഹരമായ ദിവസത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. ഇന്നലത്തെ ദിവസം പാടെ ഉപേക്ഷിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷമാക്കാം. നാളെ എന്താണെന്ന് പോലും അറിയില്ല. കഴിഞ്ഞതിനെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ ഇന്നത്തെ സമയം ജീവിക്കാൻ നാം പലപ്പോഴും മറന്നു പോകുന്നു. നല്ല നാളേക്കായി ഇന്ന് ജീവിക്കണം. നാളെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ ഇന്നത്തെ ദിവസം കൂടിയാണ് നമ്മൾ കളയുന്നത്. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിരിക്കുക. കണ്ടോ, രാവിലെ എഴുന്നേറ്റിങ്ങനെ സന്തോഷമാകണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മുടെ ചുറ്റിൽ നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം നമ്മുടെ പരിസരത്ത് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെയും കാണാത്ത പല കാര്യങ്ങളും നമുക്ക് സന്തോഷം തരുന്നതായിട്ട് അറിയാൻ പറ്റും. നമ്മളതൊക്കെ നോക്കണമെന്നേ, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം നോക്കിയിരിക്കും. ഇതൊക്കെ എങ്ങനെ കാണാനാ? അതിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പൂക്കളിലൊന്ന് നോക്കിയാൽ മതി. ഒത്തിരി ഹാപ്പിയാകാനായിട്ട് പെട്ടെന്ന് തന്നെ അകത്ത് കയറി ഒരു ചായ അങ്ങ് ഇട്ടിട്ടോ. ചായ ഇട്ടിട്ട് മോളെ വിളിച്ചുണർത്തിയിട്ട് ഞങ്ങൾക്ക് അമ്പലം വരെ പോകണം. അതുകൊണ്ട് വേറെ പരിപാടിക്കൊന്നും നിന്നില്ലേ. മോൻകൂട്ടൻ വരുന്നില്ല, ഞാനും അവളും കൂടെ അമ്പലത്തിൽ പോകുന്നത്. അവരച്ഛനും മോനും നല്ല ഉറക്കമാണേ. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടിയ എള്ളുതിരി അമ്പലങ്ങളിൽ കത്തിക്കണം. പോകുന്ന വഴിക്ക് കുറച്ച് പൂ കിട്ടി കേട്ടോ, നീല ശംഖുപുഷ്പം. അയ്യപ്പൻ അമ്പലത്തിലോട്ടാണേ പോകുന്നത്. അയ്യപ്പന് നീലപ്പൂ കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ നല്ലതാണേ. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ കുറേശ്ശെ പൂ പറിച്ചുകൊണ്ടാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്നത്. വീടിനടുത്ത് തന്നെയാണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. നമുക്ക് ഈ അമ്പലത്തിലെ ഭക്തിഗാനമാണ് നമ്മൾ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ കേൾക്കുന്നത്. അപ്പം ചെരുപ്പ് ഊരിയിട്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലോട്ട് അങ്ങ് ചെന്ന് കേട്ടോ. എനിക്ക് നീരാഞ്ജനം നടത്തണം. അപ്പോൾ അതാണ് രാവിലെ ഇറങ്ങിയത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിരക്കായിരിക്കും. തേങ്ങ അപ്പം നീരാഞ്ജനത്തിനുള്ളത് ഞാൻ വീട്ടിൽ നിന്നേ കൊണ്ടുപോകുന്നുണ്ട്. എള്ളുതിരിയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് രസീത് എടുക്കണം. എപ്പോഴത്തെ പോലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കണ്ടോ, തത്വമസി എല്ലാം നീയാകുന്നു. ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായ കാര്യങ്ങളല്ലേ. എനിക്കിഷ്ടമാവട്ടെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കുറേ സമയമൊക്കെ ഇരിക്കാനായിട്ട്. ഭയങ്കര പീസ്ഫുള്ളായിരിക്കുമല്ലോ നമ്മളെപ്പോഴും. അങ്ങനെ അമ്പലത്തിൽ കണ്ട നീരാഞ്ജനം കത്തിച്ച തേങ്ങയായിട്ട് കമത്തി വെച്ചിരിക്കുന്നത്. തേങ്ങാമുറിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് എള്ളുതിരി ഇട്ടിട്ടാണ് നടത്തുന്നത്. അത് നടത്തി കഴിയുമ്പോഴത്തേക്കും തേങ്ങാമുറി ഇങ്ങനെ അവിടെ വെച്ച് ബാക്കി എള്ളുതിരി അങ്ങ് കത്തിച്ച് മാറ്റും. പിന്നെ ഞാൻ പുറത്തെ കാവിലൊക്കെ ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചേ. എനിക്ക് അമ്പലത്തിൽ നിന്ന് നേർച്ച കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് മുല്ലപ്പൂ കിട്ടി കേട്ടോ. അവൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവൾക്കൊരു റോസാപ്പൂ ഉണ്ടായിരുന്നു. ഞാൻ ആ പൂ അപ്പം തന്നെ തലയിലെടുത്ത് വെച്ചു. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി പോകുന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് പഴമൊക്കെ വാങ്ങിക്കണം. ഇതാ കേട്ടോ ഞങ്ങളുടെ വീടിനടുത്തുള്ള കടയാണേ. ഇവിടെ നിന്നാണ് സാധനം എല്ലാം വാങ്ങിക്കുന്നത്. എല്ലാ സാധനവും അവിടെ തന്നെ കാണും. പച്ചക്കറിയും പലചരക്കും എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. അച്ഛനും മോനും എഴുന്നേറ്റ് കാണും. ഇനി കാപ്പി ഉണ്ടാക്കണം, ചോറ് വെക്കണം. ഒരു ജോലിയും ചെയ്യാതാണ് ഞാൻ രാവിലെ ഇറങ്ങിയത്. അപ്പോൾ അതേ ഞാൻ എൻ്റെ കയ്യിൽ കവറൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞി പൂച്ചക്കുട്ടന്മാർ എന്തുവാണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ വ്യഗ്രതയോടുകൂടി ഇരിക്കുവാണേ. അവളതിനെ ഓടിച്ചു. പിന്നെ വേഗം തന്നെ ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ചു, പുട്ടുണ്ടാക്കി. അപ്പം നമ്മുടെ മോൻകൂട്ടൻ എന്തേ കരയാൻ തുടങ്ങി. അവന് പുട്ട് ദേഷ്യമാണ്, പ്രത്യേകിച്ച് പുട്ടും പഴവും വേണ്ടാന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോഴാട്ടോ ഞാൻ ഓർത്തത് ഇന്നലത്തെ കുറച്ച് കടലക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ ആ പുട്ടും പഴവും അവിടെ മാറ്റി വെച്ചിട്ട് അവൻ ആ കടലക്കറി ചൂടാക്കി പുട്ടും കടലക്കറിയായിട്ട് കൊടുത്തു കേട്ടോ. അന്നേരം ആടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു. ആൾക്ക് ഇഷ്ടമേ അല്ല പുട്ടും പഴവും. അല്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കണം, എങ്കിലും മുഴുവൻ കഴിക്കത്തില്ല. പിന്നെ ഞാൻ പുറത്ത് പോയി തീ അങ്ങ് പിടിപ്പിച്ചു. കഞ്ഞിക്ക് വെള്ളം ഇട്ടേ. റേഷനരി ആണെങ്കിൽ ഗ്യാസിലിട്ട് ചോറ് വെക്കും. ഇന്ന് വിലയേറി ആയതുകൊണ്ട് വേവുള്ള അരിയല്ലേ. പുറത്ത് വിറകൊക്കെ എടുത്ത് വെച്ച് തീ പിടിപ്പിച്ചു. അരി ഇട്ടിട്ട് വന്നിട്ട് വേഗം തന്നെ അങ്ങ് ചായ കുടിച്ചു ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ടേ. എനിക്ക് ഗോതമ്പ് പുട്ടാണ്, അവർക്ക് അരിപ്പൊടിയുടെ പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടും പഴവും അവൻ ദേ പുട്ടും കടലക്കറി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചെയ്തിട്ട് വേണം അടുക്കള ഒന്ന് വൃത്തിയാക്കണം. രാവിലെ അമ്പലത്തിൽ പോയി അത്രയും സമയത്തെ പാത്രവും ജോലിയൊക്കെ കിടക്കുക. പെട്ടെന്ന് തന്നെ ഞാൻ പാത്രം എല്ലാം കഴുകി മാറ്റി. മക്കളോട് 2 പേരോട് അവരുടെ സ്കൂൾ ബാഗ് ഒന്ന് കഴുകി ഇടാനായിട്ട് പറഞ്ഞേ. ഞാനപ്പോൾ തുണി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് അവളതെല്ലാം കഴുകിയിട്ട്. ഇനി നമുക്ക് ഇന്നത്തേക്ക് കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോരാണം വെക്കണം, അതായത് പുളിശ്ശേരി. കുറച്ച് മീൻ വറക്കാനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടെ വറക്കണം. ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ കറിയൊക്കെ ഇത് ഉണ്ടാക്കണം തീരുമാനിച്ചാട്ടോ ഇരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറി കുമ്പളങ്ങ ഇട്ടാണേ മോരാണം വെക്കുന്നത്. പെട്ടെന്ന് തന്നെ കുമ്പളങ്ങ അരിഞ്ഞ് പച്ചമുളകുമായിട്ട് വേവിക്കാൻ വെച്ചിട്ട് തേങ്ങ അങ്ങ് തിരുമ്മി അരച്ച് വെച്ചു മോരിനുള്ളത്. ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മൾ ഇന്നലെ വറക്കാനായിട്ട് പുരട്ടി വെച്ച ചെമ്മീനാണ് കേട്ടോ, അതങ്ങ് വറക്കാനിട്ടേ. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ വെന്ത വെള്ളരിക്ക അതിലോട്ട് നല്ലോണം താവിക്കൊണ്ട് ഉടച്ചിട്ട് അരച്ചരപ്പും കൂടെ ആയിട്ട് ചേർത്ത് കുറച്ച് വെള്ളം കട്ടിയായിരുന്നു തൈര്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എൻ്റെ പരുവത്തിൽ എടുത്ത്
കടുക് താളിച്ച് അങ്ങ് ഒഴിച്ചെടുത്തു കേട്ടോ. ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ എൻ്റെ പഴയ ചീനച്ചട്ടി കേട്ടോ, ഒത്തിരി പഴക്കമുള്ള ചീനച്ചട്ടിയാണ്. മുഴുവൻ പോയിട്ട് എനിക്ക് കളയാൻ മനസ്സിലാഞ്ഞിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരും. എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നെ ആ ചീനച്ചട്ടി. പിന്നെ കുറച്ച് ചമ്മന്തി അരച്ച കേട്ടോ, ഇന്ന് എനിക്ക് നോയമ്പാ, അതുകൊണ്ട് മീൻ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് എനിക്കാണ് കേട്ടോ ചമ്മന്തി. പിന്നെ 2-3 കഷ്ണം അയില വറക്കാനുണ്ടായിരുന്നു, അതും കൂടെ വറുത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കേ, ബൈ, ടാറ്റാ.